ഹലോ അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നീട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കുന്നതിന്. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴയ്ക്കുകയാണെങ്കിൽ പൊടി നേരെ കിട്ടുന്നതായിരിക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കൂടുതൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കട്ട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ ശരിയാവുന്നതേ ഉള്ളൂ. പൊടി കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടിയായത് കാരണം ഞാൻ ഒരു ജാറിൽ തന്നെ ഒരു മുഴുവനും ഇട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത്. അതിലേക്ക് മാറ്റി വെച്ച പൊടി കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് പൊടി ഇരിക്കേണ്ടത്. പിന്നീട് പുട്ടുപാത്രം അടുപ്പത്ത് വെച്ച് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. തേങ്ങ അടിയിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് മാവ് നിറച്ച് കൊടുത്തിട്ട് പുട്ട് വെച്ചിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. അമ്മാസ് വ്ളോഗ് കാണാത്തവർ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. ഷുഗർ ഉള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ കൂടെ ചെറുപയർ കറിയോ പരിപ്പ് കറിയോ കടലക്കറിയോ ചിക്കൻ കറിയോ ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിന്ന് കടലക്കറിയുടെ കൂടെ കഴിക്കാനാണ് പുട്ടുണ്ടാക്കിയിട്ടിരിക്കുന്നത്. കടലക്കറിയാണ് പുട്ടിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്.